സമ്മേളനകാലത്ത് CPM-നെ വലയ്ക്കുന്ന വിഭാഗീയത പരിഹരിക്കാൻ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ വിവിധ ഇടങ്ങളിൽ നേരിട്ട് എത്തുന്നു. കരുനാഗപ്പള്ളി കുലശേഖരപുരത്ത് ഉണ്ടായ സംഭവത്തിന് പിന്നാലെ ഇന്ന് പത്തനംതിട്ടയിലെ തിരുവല്ലയിലും സംഭവമുണ്ടായി. CPIM സംസ്ഥാന സെക്രട്ടറി പത്തനംതിട്ടയിൽ എത്തുന്നു. സംഘടനാ പ്രശ്നങ്ങളെ തുടർന്ന് തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനം നിർത്തിവെച്ചിരുന്നു. ഇന്ന് 3 മണിയോടെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ MV ഗോവിന്ദൻ മാസ്റ്റർ പങ്കെടുക്കുന്നുണ്ട്. സമവായമില്ലെങ്കിൽ കരുനാഗപ്പള്ളിയിലെ പോലെ സമാനമായ കടുത്ത നടപടിയിലേക്ക് പാർട്ടി നീങ്ങും എന്നാണ് സൂചന. തെറ്റായ പ്രവണതകൾ തിരുത്തി മുന്നോട്ട് പോകുമെന്ന് MV ഗോവിന്ദൻ അല്പം മുമ്പ് ദീപക് ധർമ്മടത്തോട് പറഞ്ഞു. ഈ ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ടേക്ക് പോകുള്ളൂ. തെറ്റായ പ്രവണത ഏത് മേഖലയിലുണ്ടായാലും അതിനെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം കേരളത്തിലെ പാർട്ടിക്കില്ല, പൊതുവായിട്ട് പാർട്ടിക്ക് ഏത് പാർട്ടിക്കും ഇല്ല. വിവരങ്ങളുമായി MV ഗോവിന്ദൻ മാസ്റ്ററെ അഭിമുഖം ചെയ്ത ദീപക് ധർമ്മടവും അതുപോലെ പത്തനംതിട്ടയിൽ നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർ ശ്രീജിത്ത് ശ്രീകുമാരനും അതുപോലെ തിരുവനന്തപുരം R ശ്രീജിത്തും സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് KR ഗോപികൃഷ്ണൻ ചേരും. ആദ്യം ദീപക് ധർമ്മടത്തിലേക്ക്. ദീപക്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഗോവിന്ദൻ മാസ്റ്റർ തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണ്, കടുത്ത നടപടിയുമായി മുന്നോട്ട് പോയി പാർട്ടി അച്ചടക്കം ഇമ്പോസ് ചെയ്യും എന്ന് തന്നെയാണോ അദ്ദേഹത്തിൻ്റെ തീരുമാനം? അതുതന്നെയാണ് എസ് കെ എൻ പറഞ്ഞതുപോലെ തന്നെയാണ്. പാർട്ടിയിൽ അച്ചടക്കം പ്രധാനമാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കേഡർ പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ തെറ്റായ ഒരു പ്രവണതയും വെച്ചു പൊറുപ്പിക്കില്ല. ആ പദം തന്നെയാണ് മാഷ് ഉപയോഗിച്ചത്. CPIM സംസ്ഥാന സെക്രട്ടറിയുടെ പദം വീണ്ടും ആവർത്തിക്കാവുന്നതാണ്. പാർട്ടിക്കകത്ത് തെറ്റായ ഒരു പ്രവണതയെയും വെച്ചു പൊറുപ്പിക്കില്ല എന്നുള്ളതാണ്. അത് വളരെ കൃത്യമായി മാഷ് 24-ന് അനുവദിച്ച, ഒരുപക്ഷെ ഈ പ്രശ്നങ്ങൾക്ക് ശേഷം ആദ്യത്തെ അഭിമുഖം അദ്ദേഹം 24-നാണ് നൽകിയത്. ആ അഭിമുഖത്തിലാണ്, ഗുഡ് മോർണിംഗ് വിത്ത് SKN അഭിമുഖത്തിലാണ് അദ്ദേഹം പറയുന്നത് 2 കാര്യങ്ങൾ. ഒന്ന്, തെറ്റായ പ്രവണതയെ വെച്ചു പൊറുപ്പിക്കില്ല. മറ്റൊന്ന്, തെറ്റായ പ്രവണതകളിലെല്ലാം തന്നെ ഇടപെടുമെന്നുള്ളതാണ്. ഈ ഇടപെടുന്ന സമയത്ത് തെറ്റായ പ്രവണതയെ ഊതിപ്പെരുപ്പിച്ച് മാധ്യമങ്ങൾ വാർത്ത സൃഷ്ടിച്ചിട്ട് കാര്യമില്ല. മാത്രവുമല്ല, പാർട്ടിക്കകത്ത് ശരിയായ ദിശയിലുള്ള ചർച്ചകൾ നടക്കണം. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദമായ ചർച്ചകൾ നടക്കണം. ഈ ചർച്ചകളെ ഭയപ്പെടുന്ന പാർട്ടിയല്ല. ബ്രാഞ്ച് സമ്മേളനം മുതൽ ഇപ്പോൾ ഏരിയ സമ്മേളനം വരെ നടന്നു. അതിലെല്ലാം ചർച്ചകൾ നടന്നിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗോവിന്ദ മാഷ് പറഞ്ഞത്, സർക്കാരിനെതിരായ വികാരം പാർട്ടി സമ്മേളനങ്ങളിൽ ഇല്ല എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഈ കരുനാഗപ്പള്ളിയിലെയും അതുപോലെ തന്നെ കായംകുളത്തെയും പ്രശ്നങ്ങളിൽ കരുനാഗപ്പള്ളിയിലെ പാർട്ടിയിൽ തെറ്റുതിരുത്തലിന് വേണ്ടി അവസരം നൽകി, പക്ഷേ തെറ്റുതിരുത്താൻ തയ്യാറായില്ല. ഈ ഘട്ടത്തിൽ സമ്മേളനം നടത്തിയാൽ അത് മറ്റു തലത്തിലുള്ള പ്രാദേശിക വിഭാഗീയതയിലേക്ക് പോകും. അതുകൊണ്ട് പാർട്ടി ഒരു തീരുമാനമെടുത്തു, അവിടെയുള്ള കമ്മിറ്റി പിരിച്ചുവിടുക, അഡ്വോ കമ്മിറ്റിയെ വെക്കുക, എന്നിട്ട് സമ്മേളന നടപടിയിലേക്ക് പോവുക. അതുകൊണ്ട് വളരെ കൃത്യമായി, സാധാരണ CPIM-ന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ പണ്ടൊക്കെ സമ്മേളനത്തിന് ശേഷമാണ് വിഭാഗീയതയുടെ പേരിൽ കമ്മിറ്റി പിരിച്ചുവിട്ട് അഡ്വോ കമ്മിറ്റി വെക്കാറുള്ളത്. പക്ഷേ ഗോവിന്ദ മാഷ് വളരെ ഒരു മുഴം മുന്നേ എറിയുകയാണ്. ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് കണക്കിലെടുത്തുകൊണ്ട് നേരത്തെ തന്നെ തെറ്റുതിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായുള്ള തെറ്റുതിരുത്താനുള്ള നിർദ്ദേശം, അതിനുശേഷമുള്ള കടുത്ത നടപടി, ആ നടപടിയിലേക്ക് കടന്നു. മറ്റൊന്ന്, ഈ കായംകുളത്തൊന്നും BJP-യിലേക്ക് പോയ ആളുടെ കാര്യത്തിൽ വളരെ കൃത്യമായി പറയുകയാണ്, ഭാര്യ നൽകിയൊരു പരാതി പാർട്ടി പരിശോധിച്ചു. ആ പാർട്ടി പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ചില നടപടികളിലേക്കുണ്ടായി. ആ നടപടിയുടെ ഘട്ടത്തിലാണ് BJP-യിലേക്ക് പോയത്. BJP-യിലേക്ക് പോകുന്നതൊന്നും കാര്യമാക്കുന്നില്ല, കാരണം അത്തരം ആൾക്കാർ പോകുന്നത് പ്രശ്നമല്ല എന്നുകൂടിയാണ് പറഞ്ഞത്. ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു ഗോവിന്ദ മാഷ് പറയുകയാണ്, പാർട്ടിക്കകത്ത് ഏതെങ്കിലും നിലയിൽ, അത് ബ്രാഞ്ച് മുതൽ സംസ്ഥാനം വരെയുള്ള ഘടകങ്ങളിൽ, ഒരു തെറ്റായ പ്രവണതയെയും വെച്ചു പൊറുപ്പിക്കില്ല. ശരിയായ നിലപാടെടുത്ത് അച്ചടക്കമുള്ള പാർട്ടിയായി തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഗോവിന്ദ മാസ്റ്റർ 24-നോട് പറഞ്ഞത്. SKN. താങ്ക് യു ദീപക് ധർമ്മടം. ഇനി സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് KR ഗോപികൃഷ്ണൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. ഗോപികൃഷ്ണൻ, വളരെ ക്ലാരിറ്റിയോടെ ഗോവിന്ദ മാസ്റ്റർ പറയുന്നുണ്ടായിരുന്നു, കാരണം പാർട്ടിക്ക് അച്ചടക്കരാഹിത്യം വെച്ച് പൊറുപ്പിക്കാൻ കഴിയില്ല, പ്രത്യേകിച്ചും CPM പോലൊരു സംവിധാനമുള്ള പാർട്ടിക്ക്. കൂടുതൽ വിവരങ്ങൾ ഒരുപക്ഷെ ഇദ്ദേഹം പറയാതെ പറയുന്ന ചില വിമതരോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഈ അഭിമുഖത്തിൽ. പറയൂ ഗോപികൃഷ്ണൻ. SKN, വിഭാഗീയതയുടെ ബുദ്ധിമുട്ടുകൾ, ശല്യം CPM-ന് ഇതിന് മുൻപുണ്ടായിട്ടുണ്ടെങ്കിലും ചരിത്രത്തിൽ സമാനതകളില്ലാത്ത തരം ഏറ്റവും മോശമായ രീതിയിൽ വിഭാഗീയത പുറത്തു വരുന്ന ഒരു സന്നിഗ്ധ ഘട്ടത്തിലാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉള്ളത്. അദ്ദേഹം നേരത്തെ ദീപക് ധർമ്മടത്തിന് നൽകിയ അഭിമുഖത്തിൽ പാർട്ടിയിലെ ഈ അനഭിലഷണീയ പ്രവണതകൾ വെച്ച് പൊറുപ്പിക്കില്ല, നടപടികൾ എടുക്കുമെന്ന് പറയുമ്പോഴും സമ്മേളന കാലത്തിൽ ഒരു ഏരിയ കമ്മിറ്റി പൂർണ്ണമായി പിരിച്ചുവിടുകയും പുനഃസംഘടിപ്പിക്കുകയും ചെയ്യേണ്ടി വരുന്ന സാഹചര്യം എന്നത് നേതൃത്വത്തെ വല്ലാതെ വിഷമാവൃത്തത്തിലാക്കുന്ന ഒന്നാണ്. SKN, നമുക്കറിയാം, ഇത് ഒരു സ്ഥലത്ത് മാത്രമുള്ള ഒരു പ്രതിഭാസമല്ല ഈ വിമത വിഭാഗത്തിൻ്റെ പ്രവർത്തനം എന്നത്. വിമത വിഭാഗം, അതല്ലെങ്കിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ നേതൃത്വത്തിൻ്റെ ചെയ്തികളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത് എന്നത് ഈ സവിശേഷമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്. അത് പത്തനംതിട്ടയിൽ നമ്മൾ കണ്ടു, അത് ആലപ്പുഴയിലുണ്ട്, പാലക്കാടുണ്ട്, സംസ്ഥാന സമ്മേളനത്തിന് ആതിഥ്യം വഹിക്കുന്ന ജില്ലയായ കൊല്ലത്തുണ്ട്. ഇതുവരെ കാണാത്ത തരത്തിൽ
പേരിൽ സംസ്ഥാന സമിതി അംഗങ്ങളെ സമ്മേളന ഹാളിൽ പൂട്ടിയിട്ട് സേവ് CPM എന്ന മുദ്രാവാക്യം വിളിച്ച് ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം CPM-നകത്ത് ആദ്യമായി നേതൃത്വം നേരിടുന്ന ഒരു പ്രതിസന്ധിയായി അത് മാറുന്നു. സ്വാഭാവികമായും MP ഗോവിന്ദന് ഇത്തരം പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമായി അദ്ദേഹത്തിന് മുന്നിൽ നിൽക്കും. ഇവിടെ സമാന്തരമായ ഒരു ലോക്കൽ സമ്മേളനം വിളിച്ചിരിക്കുകയാണ് കൊഴിഞ്ഞാമ്പാറയിൽ. എന്താണ് അവിടുത്തെ പ്രശ്നം? അവിടെ പ്രധാനമായി ഉന്നയിക്കുന്ന പ്രശ്നം ജില്ലാ സെക്രട്ടറിയുടെ അനുഗ്രഹ ആശിസോടുകൂടി കോൺഗ്രസിൽ നിന്ന് വന്ന ഒരാളെ ലോക്കൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. കൊഴിഞ്ഞാമ്പാറയിൽ സംഭവിച്ചത് സമാന്തര ലോക്കൽ സമ്മേളനം വിളിക്കുക മാത്രമല്ല, വിമത വിഭാഗം ഒരു ഓഫീസ് തന്നെ തുറന്നു. EMS സ്മാരകം എന്ന പേരിൽ സമാന്തര പ്രവർത്തനം നടത്തുന്ന വിമത വിഭാഗം അവിടെ ഒരു ഓഫീസ് തുറന്നു. ഇതൊക്കെ CPM-നെ സംബന്ധിച്ച് ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത, ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത കനത്ത പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആലപ്പുഴയിൽ ഇന്ന് നേരത്തെ ദീപക് ധർമ്മടം സൂചിപ്പിച്ച ആലപ്പുഴയിൽ നിന്ന് CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ബിപിൻ സി ബാബു BJP-യിലേക്ക് പോയി. BJP-യിലേക്ക് പോയ ശേഷം ബിപിൻ സി ബാബു പറഞ്ഞത് CPIM-ന്റെ നേതൃത്വം എല്ലായിടങ്ങളിലും ഒരു കോക്കസിന്റെ കയ്യിലാണ്, സംസ്ഥാന നേതൃത്വവും ഒരു കോക്കസിന്റെ കയ്യിലാണ് നിൽക്കുന്നത്. ആലപ്പുഴയിലെ സാഹചര്യം പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ബിപിൻ സി ബാബു ഇത് പറഞ്ഞത്. ബിപിൻ സി ബാബു ഒരു പാർട്ടി കുടുംബമാണ്. ബിപിൻ സി ബാബുവിന്റെ അമ്മ പ്രസന്നകുമാരി പറഞ്ഞത്, ഞാൻ മറ്റൊരു പാർട്ടിയിലേക്കും പോകുന്നില്ല, ഇടതുമുന്നണിയിൽ ഉണ്ടാകും, പക്ഷേ CPM-മായി ചേർന്ന് പ്രവർത്തിക്കില്ല എന്നതാണ്. ഇതൊക്കെ CPM-നെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഘട്ടമാണ്. അവിടുത്തെ മുതിർന്ന നേതാവ് G. സുധാകരന്റെ സ്വന്തം നാട്ടിൽ അമ്പലപ്പുഴയിൽ ഏരിയ സമ്മേളനത്തിൽ അദ്ദേഹം ക്ഷണിതാവായിരുന്നില്ല. അപ്പോൾ G. സുധാകരനെ മാറ്റുന്നു. ഇതൊക്കെ വിഭാഗീയ പ്രവർത്തനങ്ങളുടെ അനന്തരഫലമാണ്. ഇതൊക്കെ സ്വാഭാവികമായും CPM-ന് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ പോകുന്നു. പാലക്കാട്ട് കൊഴിഞ്ഞാമ്പാറയിൽ നമ്മൾ പറഞ്ഞു, കരുനാഗപ്പള്ളിയിൽ ഇപ്പോഴും അവിടെ ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടത് പുനഃസംഘടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇനി തിരുവല്ലയിലെ പ്രശ്നം, തിരുവല്ലയിൽ അവിടെ സജിമോനെതിരെ ഈ ലൈംഗിക പീഡന പരാതി നേരിടുന്ന ഒരാളെ അനുകൂലിക്കുന്ന ഒരു വിഭാഗവും എതിർക്കുന്ന ഒരു വിഭാഗവും എന്ന നിലയിൽ രണ്ടായി നിൽക്കുന്നു. അവിടെ ലോക്കൽ സമ്മേളനങ്ങൾ നടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏരിയ സമ്മേളനത്തിനൊക്കെയുള്ള സമയം എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവിടുത്തെ പ്രശ്നം പരിഹരിക്കുക എന്നതാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ മുന്നിലെ ആദ്യത്തെ കടമ്പ. അദ്ദേഹം ഇന്നിപ്പോൾ പത്തനംതിട്ടയിൽ എത്തുന്നു. തിരുവല്ലയിൽ വെച്ച് അവിടെ അദ്ദേഹത്തിന് യോഗം വിളിക്കാൻ പറ്റാതെ അവരെയൊക്കെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് ഉച്ചതിരിഞ്ഞാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് ചേരാൻ പോകുന്നത്. അതിനുശേഷമായിരിക്കും എന്ത് നടപടിയാണ് ഇപ്പോൾ കരുനാഗപ്പള്ളിയിൽ സ്വീകരിച്ചതുപോലെ ഒരു കടുത്ത നടപടി തിരുവല്ലയിലെ കാര്യത്തിലും ആവശ്യമായി വരുമോ എന്നൊക്കെ ഇന്ന് വൈകിട്ട് അറിയാം. ഏതായാലും SKN ഒരു കാര്യം തീർത്തു പറയാം, CPM സമാനതകളില്ലാത്ത തരത്തിൽ വിഭാഗീയ പ്രശ്നങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്നു എന്ന് നമുക്ക് പറയാം. ഓക്കെ, താങ്ക് യു KR ഗോപികൃഷ്ണൻ. ഈ തിരുവല്ലയിലെ വിമതശല്യം, അവിടുത്തെ കാര്യങ്ങൾ വിശദമായി സംസാരിക്കാൻ ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് പത്തനംതിട്ടയിൽ എത്തുകയാണ്. തിരുവല്ലയിലെ പ്രശ്നങ്ങൾ ഇന്ന് പരിഹരിക്കപ്പെടും എന്നാണ് അവരുടെ പ്രതീക്ഷ. അക്കാര്യം തന്നെയാണ് അദ്ദേഹം പരോക്ഷമായി സൂചിപ്പിച്ചത്. പറയും. SKN തീർച്ചയായും MP ഗോവിന്ദൻ മാസ്റ്റർ അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉച്ചയോടുകൂടി അദ്ദേഹം ഇവിടെ എത്തിച്ചേരും. അതിനുശേഷം ആദ്യം നടക്കുന്നത് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗമാണ്. അതൊരു 2 മണി അല്ലെങ്കിൽ 3 മണിയോടുകൂടി ആ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിക്കും. ആ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷമായിരിക്കും തിരുവല്ലയിലെ മുഴുവൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളും അതുപോലെ തന്നെ അതിനുശേഷം തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളോടും MP ഗോവിന്ദൻ സംസാരിക്കുക. ഇന്നലെ തന്നെ CPM-ന്റെ ജില്ലാ നേതൃത്വത്തോട് കർശനമായ നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിക്കണമെന്ന് സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പൂർണ്ണമായി ഇത്തരത്തിലുള്ള ആളുകളെ തിരുവല്ലയിൽ വിളിപ്പിക്കാതെ നേരെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്താനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ CC സജിമോൻ ആ പ്രദേശത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്, അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. എന്തായാലും സജിമോനെ സംബന്ധിച്ചിടത്തോളം സജിമോനെതിരെ ഗുരുതരമായ ലൈംഗിക പീഡന ആരോപണങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ നടപടി നേരിട്ടതിനു ശേഷം സജിമോനെ പിന്നീട് തിരിച്ചെടുത്തു. ലോക്കൽ കമ്മിറ്റിയിലേക്ക് തിരിച്ചെടുക്കാനുള്ള തീരുമാനത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അടക്കം എതിർക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അതിൻ്റെ ഭാഗമായി പാർട്ടി അംഗത്വത്തിലേക്ക് വന്നു. എന്തായാലും സജിമോനെ ലോക്കൽ സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സജിമോനെതിരെ നടപടിയെടുക്കാൻ തീരുമാനമെടുത്ത കമ്മിറ്റിയിൽ ഡോക്ടർ TM തോമസ് ഐസക്കും ഉണ്ടായിരുന്നു, കേന്ദ്ര കമ്മിറ്റി അംഗം. ഡോക്ടർ TM തോമസ് ഐസക്കിനെ ഇതിൻ്റെ പേരിൽ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന തരത്തിൽ പ്രവർത്തന റിപ്പോർട്ടിൽ മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത തരത്തിൽ 3 പേജോളം പ്രവർത്തന റിപ്പോർട്ടിൽ സജിമോനെതിരെയും സജിമോനെ പിന്തുണയ്ക്കുന്ന മുൻ ഏരിയ സെക്രട്ടറി ഫ്രാൻസിസ് V. ആന്റണിക്കെതിരെയും അടക്കം വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾ ഉയർത്തുന്നു. എതിർവിഭാഗം ഈ സമ്മേളനത്തിൽ ഈ റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ തന്നെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതിൻ്റെ ഭാഗമായ ഒരു കയ്യാങ്കളിയുടെ വക്കോളം കാര്യങ്ങൾ എത്തുന്ന സാഹചര്യമുണ്ടായി. അതിൻ്റെ ഭാഗമായി തന്നെയാണ് എന്തായാലും അവരെ പൂർണ്ണമായി ആ സമ്മേളനം നിർത്തിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. എന്തായാലും ഈ സമ്മേളനം നിർത്തിവെച്ചു, പക്ഷേ ഈ റിപ്പോർട്ട് തിരികെ വാങ്ങിയിരുന്നു. പക്ഷേ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം നമ്മളടക്കം പുറത്തുവിടുന്നൊരു സാഹചര്യമുണ്ടായി. എന്തായാലും ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിഭാഗം പറയുന്നത് കേവലം CC സജിമോൻ മാത്രമാണോ തിരുവല്ലയിലെ പ്രശ്നം? അല്ല, മറ്റ് കാര്യങ്ങൾ അതിലുണ്ട്. അതിൽ ഒരു മുൻ ഏരിയ കമ്മിറ്റി അംഗം കൊച്ചു പ്രകാശ് ബാബു അടക്കമുള്ള ആളുകൾ പണം വാങ്ങിയ കാര്യങ്ങളുണ്ട്. അതും ഈ ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലാണ്.
എന്തുകൊണ്ട് അത് ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല? പാർട്ടിയുടെ പ്രവർത്തനം കേവലം ഇത്തരം നേതാക്കളിലേക്ക് മാത്രമായി ചുരുക്കിക്കൊണ്ട് ഈ ഒരു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് ശരിയല്ല. ഇത് പാർട്ടിക്ക് പുറത്തുള്ള അല്ലെങ്കിൽ നിലവിൽ ലോക്കൽ കമ്മിറ്റി അംഗമല്ലാത്ത ഒരാളാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയെന്നൊരു ആക്ഷേപമാണ് മറുവിഭാഗം ഉയർത്തുന്നത്. എന്തായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം, തിരുവല്ലയെ സംബന്ധിച്ചിടത്തോളം ഇതിന് മുൻപും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ദാർശനിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സൈദ്ധാന്തിക പ്രശ്നങ്ങളോ വിഭാഗീയ പ്രശ്നങ്ങളോ ഒക്കെ ആയിരുന്നു. പക്ഷേ ഇതല്ല, കേവലം ഒരു ലൈംഗിക പീഡനത്തിന്റെ പേരിൽ ഒരു നേതാവിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് മാത്രം ഒരു ലോക്കൽ സമ്മേളനത്തിലേക്ക് ചർച്ച ഒതുക്കുക, അത് അനുവദിക്കാൻ കഴിയില്ല എന്ന് ഒരു വിഭാഗം പറയുക. എന്തായാലും ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി ഈ യോഗം ആരംഭിക്കും. ആ യോഗത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു അഡ്വോ കമ്മിറ്റി എന്ന തരത്തിലേക്ക് തീരുമാനം വരുമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ മറ്റു ശ്രീകുമാരനാണ് നമുക്കൊപ്പം ചേർന്ന്